നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഒരു ന്യൂസ് ആണിത്. ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷ നമ്മൾ ഏകദേശം ഒരു 3 ഘട്ടമെങ്കിലും പ്രതീക്ഷിച്ചു. അപ്പം 2 ഘട്ടമായിട്ടാണ് ഡിഗ്രി ലെവൽ പ്രിലിംസ് നടത്താൻ പോകുന്നത്. ഒന്നാമത്തെ ഘട്ടം നമുക്കറിയാം മെയ് 24-നാണ് നടക്കുന്നത്. രണ്ടാം ഘട്ടം നടക്കാൻ പോകുന്നത് ജൂൺ 28-നാണെന്ന് ഇപ്പൊ PSCയുടെ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. PSCയുടെ ഒരു യോഗം ചേർന്നതിന്റെ തീരുമാനങ്ങൾ ഫേസ്ബുക്ക് പേജിൽ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ജൂൺ മാസത്തെ കലണ്ടർ ഇപ്പോൾ ഉടൻ തന്നെ അപ്ഡേറ്റ് ആവുന്നതാണ്. അതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാനുള്ളത് ഏതൊക്കെ ഘട്ടങ്ങളിലാണ്, ഏതൊക്കെ തീയതികളിലാണെന്നുള്ളതായിരുന്നു. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട്. മെയ് 24 ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം ജൂൺ 28-നായിരിക്കും നടത്താൻ പോകുന്നത്. ഈ 2 ഘട്ടങ്ങളായിട്ട് മാത്രമേ എക്സാം ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് അവർ കംപ്ലീറ്റ് ചെയ്യും. അതായത് സെക്രട്ടറി അസിസ്റ്റന്റ്, SI പോലെയുള്ള പ്രിലിമിനറി അവർ കംപ്ലീറ്റ് ചെയ്യും. ഈ കൂട്ടത്തിൽ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ജൂൺ 14-നാണ് KASന്റെ എക്സാം പ്രിലിംസ് നടത്താൻ പോകുന്നത്. ജൂൺ 14. അപ്പോൾ ജൂൺ 14 KASന്റെ പ്രിലിംസ്, ജൂൺ 28 ഡിഗ്രി ലെവൽ സെക്കൻഡ് ടേമിലുള്ള പ്രിലിംസ്. അപ്പം എല്ലാം തന്നെ വളരെ കോമ്പാക്ട് ആയിട്ട് വളരെ ഡേറ്റുകളെല്ലാം അടുത്തടുത്താണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അവസാന നിമിഷം നമുക്ക് പറയാനുള്ളത് ഏപ്രിൽ മെയ് മാസം നമുക്ക് മൊത്തം കിട്ടുന്നില്ല. ഫസ്റ്റ് ലെവലിൽ വരാൻ പോകുന്നവർക്ക് നമുക്ക് ആകെ കിട്ടുന്നത് ഏകദേശം കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 1.5 മാസം അടുപ്പിച്ചാണ് കിട്ടാൻ പോകുന്നത്. ഇനിയുള്ള ഡേറ്റുകൾ എങ്ങനെ നോക്കിയാലും പഠിക്കാനായിട്ടുള്ള ഒരു 1.5 മാസമാണ്. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ്, ഇത്രയും വർഷങ്ങളിൽ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള, മെയിൻസിന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് അത് സെലക്ട് ചെയ്ത് അതിൽ കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കുക. പ്രിലിമിനറി ആയതുകൊണ്ട് ക്വാളിഫൈ ചെയ്യാനുള്ള മാർഗങ്ങൾ എത്രയും പെട്ടെന്ന് നോക്കുക. കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് മോക്ക് ടെസ്റ്റുകളാണ്. മാക്സിമം മോക്ക് ടെസ്റ്റുകളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കേണ്ടത്. അവസാന നിമിഷങ്ങളിൽ മോക്ക് ടെസ്റ്റുകൾ നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. നമുക്ക് എത്രത്തോളം പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നമ്മൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ എണ്ണം അനുസരിച്ചായിരിക്കും വരാൻ പോകുന്നത്. സോ മോക്ക് ടെസ്റ്റുകൾ എവിടെ നിന്നൊക്കെ കിട്ടുമോ അതെല്ലാം നിങ്ങൾ മാക്സിമം ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. നമ്മുടെ തത്വ എന്ന് പറയുന്ന ചാനലിനകത്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ ആ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാനൊരു നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ചെയ്യുക. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് മാക്സിമം നമ്മൾ മോക്ക് ടെസ്റ്റുകൾ, PYQ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എക്സാം സീരീസുകളും കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ NCERT സ്പെഷ്യൽ ബുക്സിന്റെ കണ്ടന്റുകളും ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇനിയും വൈകിട്ടില്ല, ജോയിൻ ചെയ്യുക. മാക്സിമം നമ്മൾ മോക്ക് ടെസ്റ്റുകൾക്ക് അടുത്ത പ്രാധാന്യം കൊടുത്തായിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.